നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ചക്കപ്പാട കൊണ്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാനായിട്ടൊരു കിടിലൻ കറി ഉണ്ടാക്കിയാലോ, അതും അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളിന്ന് ചക്കപ്പാട കൊണ്ട് ഒരു കിടിക്കാച്ചി തീയലാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ കുറച്ചധികം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കപ്പാട തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ഇവിടെ ചക്കപ്പാട നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചുള്ളി ഒരു 10-15 കൊച്ചുള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കപ്പാട കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കത്രിക എടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പോൾ എളുപ്പം നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് കിട്ടും. നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കൈയെടുക്കാതെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല രീതിക്കൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയം പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഈ പൊടികൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ കല്ലായതുകൊണ്ട് തന്നെ നല്ലോണം ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ 2 സ്പൂൺ കുരുമുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇടുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പൊടികളും ഈ തേങ്ങയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്കൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ആദ്യമേ വെള്ളം ഒഴിക്കാണ്ട് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് എത്രത്തോളം അരയുന്നോ അത്രത്തോളം അരച്ചെടുത്താൽ കറിയുടെ ടേസ്റ്റും കൂടും. ഇനി നമ്മളിത് തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അതിന് ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിതിനി ഉണക്കമുളക് ഇടുവാണ്. ഉണക്കമുളക് ഞാനിത് അവിടെ ചെറിയൊരു പീസേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ ഇരിക്കുന്ന ഉണക്കമുളക് നല്ല എരിവുള്ളതാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് തന്നെ അല്ലാതെ തന്നെ എരിവ് കൂടുതലായതുകൊണ്ട് ഇതും കൂടെ ആകുമ്പം ഭയങ്കര എരിവായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഉണക്കമുളക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന ചക്കപ്പാടയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ചക്കപ്പാട എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാബേജിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ചക്കപ്പാട കൊണ്ട് തന്നെ തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പാടയും ഉള്ളിയെല്ലാം ഒന്ന് നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കപ്പാട ഒന്ന് വേവിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പാടയെല്ലാം നന്നായിട്ട് വെന്ത് ഉള്ളിയും വെന്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ കുറച്ച് നേരത്തെ തന്നെ ഒരു ഉരുള പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചക്കപ്പാടയും പുളിവെള്ളവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്കിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പും ചക്കപ്പാടയും പുളിയും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ അരച്ചു വെച്ച ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തീയലിന് ഒരുപാട് വെള്ളമായാലും ടേസ്റ്റ് ഇല്ല. തീയൽ എപ്പോഴും ഒരു കുറുകിയ ടൈപ്പിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ നമ്മുടെ തീയലെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ സമയം പുളി എന്തെങ്കിലും കുറവെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തീയൽ വെച്ച് കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ തീയലെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നോക്കിക്കുക, അത്യാവശ്യം നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്കപ്പാടയും ഉള്ളി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണേ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിക്കൽ പരിപാടിയൊന്നുമില്ല. നമ്മളതെല്ലാം ചെയ്തിട്ടാണ് ചക്കപ്പാടയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ നമ്മുടെ ചക്കപ്പാട തീയലും കൂടെ വെച്ച് കഴിക്കുവാണ്. കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ ഇഡലിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്